കനലൊളി ചിതറി ജ്വലിച്ചു നിൽക്കും കനകദീപമേ വിദ്യാലയമേ. കനലൊളി ചിതറി ജ്വലിച്ചു നിൽക്കും കനകദീപമേ വിദ്യാലയമേ. ശതവർഷത്തിൻ ജന്മപ്പിറവിയിൽ നേർന്നിടും നേരഭിവാദ്യങ്ങൾ. ശതവർഷത്തിൻ ജന്മപ്പിറവിയിൽ നേർന്നിടും നേരഭിവാദ്യങ്ങൾ. നമിച്ചിടുന്നേൻ തവ തിരുമുൻപിൽ പൂർവ ശിഷ്യ പരമ്പരകൾ. ഉപ്പൻ ചോർത്തിന് ചിപ്പായി പണി പറയാറില്ല അടിച്ചിനെ കണ്ണുപിടിക്കില്ല കണ്ണുപിടിക്കാൻ പറയാറില്ലോ ഇത് കൊറേ കണ്ടു തന്നെയേതോ കൊലയും തീണ്ടാമെന്നു പറഞ്ഞ് അവരെ തല്ലാനും കൊല്ലാൻ നടക്കാതെ കേട്ടു. വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട. ശാന്തിപ്പണം കഴിച്ച് ആവകയിൽ ബന്ധം കിട്ടാനിലേക്ക് അതും വാങ്ങി മിണ്ടാതെ സ്ഥലം വിട്ടോണം. അല്ലെങ്കിൽ പിള്ളേർ അങ്ങോട്ട് ഞാൻ ചെയ്തത് ആയിക്കോട്ടെ. ഞാൻ മാറുന്നില്ല. നാട്ടിൽ പൊതുവെ ഉണ്ടാക്കില്ല. അത് നടപ്പാക്കാൻ ചുമന്ന അധികാരിക്കുള്ളതാണ്. അധികാരി ആ സ്ഥാനം നിർവഹിച്ചില്ലെങ്കിൽ പിന്നെ അത് അധികാരി സ്ഥാനിക പോകും.
നീനെ തല്ലുവേ കുട്ടിയപ്പ നീ ഒന്നോർത്തോ ഒരാളെ തല്ലാനും കൊല്ലാനും വരെ വിലക്കൊന്നും ചുരത്തി വരമ്പു മുറിച്ച് നമ്മൾ ഉദിച്ചൊന്നു വിതച്ച് വരിയെല്ലാം ഒത്തുപിടിച്ച താളം ദേവും പാട്ടെറിയാം തകതാളം ദേവും പാട്ടെറിയാം തകതാരോ 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 ഇന്നോളം ചെന്നു പതിഞ്ഞൊരു മണ്ണിലീറൻ പാട്ടാടേ ഇന്നോളം ചെന്നു പതിഞ്ഞൊരു മണ്ണിലീറൻ പാട്ടാടേ കുന്നോളം കണ്ടകിനാവിലുറഞ്ഞുയരുന്നൊരു പാട്ടാടേ കുന്നോളം കണ്ടകിനാവിലുറഞ്ഞുയരുന്നൊരു പാട്ടാടേ തകതാരോ 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 കടലോളം കണ്ടു മതിക്കാനരികത്തായൊരു കരയുണ്ടേ കടലോളം കണ്ടു മതിക്കാനരികത്തായൊരു കരയുണ്ടേ കരയോളം നട്ടു നനച്ചു വളർന്നു പടന്നോരിടമുണ്ടേ കരയോളം നട്ടു നനച്ചു വളർന്നു പടന്നോരിടമുണ്ടേ തകതാരോ 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 എരിവേനൽ തീയെറിയുമ്പോൾ മഴ പെയ്യുന്നൊരു മരമുണ്ടേ എരിവേനൽ തീയെറിയുമ്പോൾ മഴ പെയ്യുന്നൊരു മരമുണ്ടേ കടലെരിയും കഥ പറയുന്നൊരു സമരമരത്തിൻ ചൂടുണ്ടേ കടലെരിയും കഥ പറയുന്നൊരു സമരം നാം തൽക്കാലം ഒരു ഓരോ ഘട്ടത്തിൽ തുടങ്ങുകയാണ്. ഈ സ്കൂൾ ഘട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരി നമ്മോട് സംസാരിക്കും. നമ്മുടെ നാട്ടിൽ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ കല്യാണശ്ശേരിയിൽ ജില്ലാ ബോർഡ് ഒരു ഹയർ എലിമെന്ററി സ്കൂൾ സ്ഥാപിക്കുകയാണ്. സ്കൂളിന് ആവശ്യമായ കെട്ടിടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പഠനോപകരണങ്ങളും മറ്റും നാട്ടുകാരുടെ സഹായത്തോടുകൂടി ക്രമേണ വിടുന്നു. ഈ സ്കൂളിന്റെ പ്രത്യേകത എന്നാൽ എല്ലാ ജാതിക്കാർക്കും മതക്കാർക്കും ഒന്നിച്ചിരുന്ന് പഠിക്കാമെന്നതാണ്. ഇത് സർക്കാർ കൽപ്പനയാണ്. എല്ലാവരും അനുസരിച്ചാൽ മതിയാണ്. തുക്കടി സാഹിത്യം ജില്ലാ ബോർഡുകാർ അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ഒരു പൊതുമുതൽ എന്ന നിലയിൽ ഈ വിദ്യാലയത്തെ സംരക്ഷിച്ച് പരിപാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. Thank you.
മനസ്സിലാക്കണം. സ്വാമി ആനന്ദ തീർത്ഥം വധിച്ചാ നമ്മൾ വരുന്നത്. സ്വാമി അങ്ങോട്ട് പോയി. സ്വാമി ബോംബെയിൽ പോയിട്ട് എന്തോ യോഗമായിട്ടുണ്ട് അത്രേ. ഞാൻ പറഞ്ഞു ഇവിടെ കണ്ണൂർ കൊണ്ടുവച്ചിരിക്കുന്നു. ശരി, ഉണ്ണാമാട്ടോളം ചന്ദ്രോപ്പ് നമ്പേടെ കൂടെ വരാൻ പറയും. കേരളപ്പതി വിളിക്കുന്നു പറഞ്ഞാൽ മതി. ചെല്ലു. അവര് ഇവിടെ അടുത്തേരി ഉണ്ടാവും. ഇവിടെ അടുത്ത ശീതള കേന്ദ്രവും. രണ്ടുപേരും അവിടെ കാണും. കർഷകരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും പ്രമുഖരാണ്. പഠിക്കാൻ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി തല്ലി അവസനാക്കിയ ഒരേ കുട്ടിയെ സൂക്കേട് മാറി ഞാൻ വീണ്ടും അവന്റെ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ ഇവിടെ ഇരുന്ന് പഠിക്കും, അവൻ ഇവിടെ ഇരിക്കും. തല്ലേണ്ടവർ ആദ്യം എന്നെ തല്ലണം. നിങ്ങളെല്ലാവരും ചേർന്ന് തല്ലി ചതച്ചവശനാക്കിയ ആ പാവ കുട്ടിയെ ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പഠിക്കാൻ അവനെ തടയുന്നവർ ആദ്യം എന്നെ കൊല്ലണം. ആഫ്രിക്കയിൽ വന്ന ഗാന്ധിയിലെ അയാളുടെ ഒരു അടവായി അഹിംസ. ഈ ഗോവാന്ന് പോലത്തെ കുണ്ടകളെ അടുത്തിരുത്തിക്കൊണ്ട് എന്ത് അഹിംസ നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്? എത്തരത്തോന്യവാദം Most welcome, Mr. Andrews. Thank you. By the way, how did you come to know that I'm head up here? I am also headed in Madras Oh, on an education center. Meanwhile, I heard the cruel incident of Kanyashi and it came at once. This place is shocking. Students are beaten just because of their caste. Are they not a human being? This is purely cannibalism. Cannibalism. You children, tell me, what difference does only have a forehead? Does only have a four eyes, four legs, four hands? Tell me the difference. ലോകപ്രശസ്തനായ എഴുത്തുകാരനും പത്രപ്രവർത്തകനും മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുമായ CF ആൻഡ്രൂസ് ചോദിക്കുകയാണ്, ഒരുപോലെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒന്നിനെ മാത്രം തെരഞ്ഞു പിടിച്ച് ബാക്കിയുള്ളവരെല്ലാം കൂടി തല്ലിക്കൊല്ലുന്നത് എന്തിനാണ്? അത് നരഭോജികളുടെ സംസ്കാരം.
മോശിക്കുന്ന നാട്. ഇത് ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും ഞാൻ എഴുതും. നമ്മുടെ നാടിന് ഇങ്ങനെ ഗതികാരം വ്യത്യാസങ്ങൾക്ക് ഇതൊക്കെ കണ്ട് നാണക്കേട് വരില്ലേ? Shameful! Shameful! Yeah, shameful. Absolutely shameful. Nobody can make these people human beings. Not to go to hell. നമ്മൾ ഇന്ന് മുതൽ പണിയെടുക്കുന്നില്ല, നല്ല കൂലി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങളെ കുഞ്ഞുങ്ങൾ പള്ളിക്കൂടത്തെ കയറ്റുന്നില്ല. ഇതുപോലെ സമരം നടത്തി ജന്മിമാരെ നിർമ്മിച്ച അയ്യങ്കാലിയെ പറ്റി കേൾപ്പിയാണെന്ന് ഓർമ്മയില്ലേ? അല്ല, കുട്ടിയപ്പ വരുന്നതല്ല, കിട്ടേണ്ടത് കിട്ടിയപ്പോ കുട്ടിയപ്പ മാറി. ഇതുപോലെ ജന്മിമാരും മാറണം. കുട്ടിയപ്പോ കാപ്പിക്കുര നടത്തുന്നു, കാപ്പിക്കുര. പത്തായപ്പുറ കാര്യമാകുമ്പോ ജന്മിമാരും കാപ്പി കടകളാകും. നിങ്ങൾ കുറഞ്ഞ തീരുമാനം തുറച്ചു നിൽക്കണം. എന്ത് വന്നാലും കൂടെ ഉണ്ടാവും. ഇത് ഒരു അക്ഷര സമരമാണ്. കല്യാശ്ശേരിയിലെ സമരച്ചെങ്കില് മറ്റു നാടുകളിലേക്ക് വ്യാപിക്കണം. ഇതും ഈ നാട്ടുകാരെല്ലാവരും അറിയട്ടെ. ഐത്തം പറഞ്ഞെന്നെ നൂറടി മാറ്റിയാൽ നാവു പിഴുതങ്ങെറിയും തമ്പ്രാന്റെ കാലം കഴിഞ്ഞിടുമെന്ന്. പാതയിൽ തടയിട്ടു ശകുനം മുടക്കിയാൽ താണ്ഡവമാടിക്കതക്കും പാരാകെ എത്ര പുഷ്പങ്ങൾ വിടരും. സ്വാമി പലതും കഴിച്ചിരുന്നു. ഞാനിന്നലെ കണ്ണൂരിൽ ഹരിജൻ പോസ്റ്റിലായിരുന്നു താമസിച്ചു. രാവിലെ ഭക്ഷണം കഴിച്ച് വെട്ടിക്കിടക്കൽ അവിടെ വെച്ച് ഇങ്ങോട്ടേക്ക് വരിക. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നു. നിങ്ങൾ നാളെ തന്നെ കോഴിക്കോടേക്ക് പോകും. അതാത് സമയത്ത് ജന്മിമാരും തൊഴിലാളികളും പരസ്പരം സംസാരിച്ച് ഒരു യോജിപ്പിലെത്തണം. അത് ഇപ്പോൾ ആലോചിക്കേണ്ട വിഷയമല്ല. എല്ലാ ജാതിക്കാരും ഒരുമിച്ച് നിന്ന് പഠിച്ചാൽ തന്നെ ഈ ഐത്തവും ഇല്ലാതെ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഹരിജൻ പോസ്റ്റ് സ്ഥാപിക്കുന്നു. ഇവിടുത്തെ ധനാഠ്യരായ നവനും ചന്ദ്രോത്തും ഇതിനോട് എല്ലാ സഹായങ്ങളും ചെയ്തു. കൃഷിപ്പണി ചെയ്തും പാട്ടത്തിൽ കൊടുത്തു കിട്ടുന്നതാ ഞങ്ങളെ ധനാഠ്യരാക്കുന്നത്. അതെ, ഞങ്ങളുടെ കീഴിൽ പണി ചെയ്യുന്നതാണ്. ഇടയ്ക്കിടെ ഞങ്ങൾക്കെതിരെ സമരം ചെയ്ത കൃഷിപ്പണി 6000 ആളുകൾ എങ്ങനെയാ താല്പര്യം? ഭക്ഷണം കഴിക്കാതെ കർഷക തൊഴിലാളികൾ വയലിൽ പണിയെടുത്താൽ ഇങ്ങനെയാണ് ആദായം ഉണ്ടാവുക. അതിനെതിരെ ഭക്ഷണം കഴിക്കാൻ കൂടിയാണ് അവർ സമരം ചെയ്യുന്നത്. പട്ടിണി കിടന്നാൽ കൈക്കോട്ട് പൊങ്ങില്ല. സ്വാമി പറഞ്ഞത് നേരാ. പൂജ കഴിഞ്ഞ് പ്രസാദവും കൊടുത്ത് ശ്രീകോവിൽ വിട്ട് ഇറങ്ങിയ അപ്പൊ കിട്ടണം പാല്. ഊണ് അല്പം കഴിച്ചാൽ മതി. എന്റെ ഓണ പാല് വർഷത്തിരിക്കുക. ഏതായാലും ഞങ്ങളുടെ എതിർപ്പ് ഇവിടെ അവസാനിച്ചിരിക്കും. അതെ, ആര് വേണമെങ്കിലും കയറി പഠിച്ചോളാം. ആനന്ദത്തിൽ തന്നെ ട്രസ്റ്റിനും വേണ്ട സഹായം നൽകാം. അതെ,
ഹരിജൻ വിദ്യാർത്ഥികൾ സ്കൂളിൽ ചേർക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധവും. മക്കളെ, നിങ്ങളെല്ലാവരും നല്ല പോലെ പഠിക്കണം, നല്ല കുട്ടികളായി നല്ല മനുഷ്യരായി വളരണം. ഈ ജാതി ചിന്തയൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്. അതൊക്കെ മാറ്റിവെച്ച് നല്ല കുട്ടികളായി നല്ല മനുഷ്യരായി വളരണം. അതെ, നാട് നീളെ ഇതുപോലെ വിദ്യാലയങ്ങൾ ഉയർത്തപ്പെടുന്ന പൊങ്ങണം. ഐക്യമില്ലാതെ എല്ലാവരും ഒരുമിച്ചിട്ട് പഠിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. കല്യാണശ്ശേരിയിലെ ഈ സമരച്ചെങ്കിൽ മറ്റ് നാടുകളിലേക്കും വ്യാപിക്കണം. ആ സമരാഗ്നി ജാതി പിശാചികൾ വെന്തുമരിക്കണം. നാളെ ഇവിടെ അക്ഷരകേരളം നിരക്കണം. നമ്മളെല്ലാവരും ഈ വിദ്യാലയത്തിന്റെ കാവൽക്കാരായി മാറണം.
കാലത്ത് ഞങ്ങൾ വീണ്ടും അക്ഷരങ്ങൾ ആയുധമാക്കുകയാണ്. ജാതിയുടെ മതിൽക്കെട്ടുകൾ തല്ലിത്തകർത്ത് സ്നേഹമന്ദിരങ്ങൾ പണിയുവാൻ. വിദ്യാലയമേ ദേവാലയമേ അമിച്ചിടുന്നേ തവ തിരുമുൻപിൽ പൂർവശിഷ്യ പരമ്പരകൾ അമിച്ചിടുന്നേ തവ തിരുമുൻപിൽ